ഇന്ത്യൻ അതിർത്തിയിലെ സൈന്യം അതീവ ജാഗ്രതയിലാണ് കഴിഞ്ഞ ഏറെ ദിവസങ്ങളായി. ബംഗ്ലാദേശ് അതിർത്തി പ്രദേശത്ത് ചില മിന്നൽ നീക്കങ്ങൾ നടത്തുന്നതാണ് ഇതിന് കാരണം. അതീവ ജാഗ്രതയിലാണ് ഇന്ത്യൻ സൈന്യം എന്ന് പറയുവാനുള്ള കാരണം, പശ്ചിമ ബംഗാളിനോട് അതിർത്തി പങ്കിട്ട് കിടക്കുന്ന പ്രദേശങ്ങളിൽ അവിടെ തുർക്കി നിർമ്മിതമായിട്ടുള്ള ആളില്ലാ വിമാനങ്ങൾ, ഡ്രോണുകൾ വിന്യസിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ്. നമുക്കറിയാം, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ വളരെ കാലങ്ങളായി സംഘർഷം, വളരെ വലിയ പ്രശ്നങ്ങൾ ആഭ്യന്തരമായി ബംഗ്ലാദേശ് നേരിടുകയാണ്. അതേസമയം തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ അവരുടെ നിലപാടിനോടൊപ്പം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന അവാമി ലീഗിന്റെ പതനത്തിന് ശേഷം അവിടെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് അഭയം തേടുകയും അതിനെ തുടർന്ന് അവിടെ ഒരു മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരികയും അവിടെയുള്ള ഹിന്ദു വിശ്വാസികൾക്കെതിരെ അതിഭീകരമായ ആക്രമണങ്ങൾ അവിടെ ബംഗ്ലാദേശിൽ സംഭവിക്കുകയൊക്കെ ചെയ്യുന്നത് നിരന്തരമായി വാർത്തകളായി നമ്മളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ആ സമയത്താണ് ഈ വാർത്തകൾ കൂടി വരുന്നത്. പൊതുവെ ഇന്ത്യ ബംഗ്ലാദേശ് പ്രശ്നം, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്ന ആഭ്യന്തര പ്രശ്നം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള സൗഹൃദത്തിന് ഇടയിൽ വിള്ളൽ വീഴ്ത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ മറ്റനേകം വിദേശ ശക്തികൾ കൂടി ഇതിനകത്ത് പങ്കുവഹിക്കാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ബംഗ്ലാദേശിന് എല്ലാവിധമായിട്ടുള്ള പരോക്ഷ പിന്തുണയും ചൈന നൽകുന്നുണ്ടെന്നുള്ളത് വളരെ പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ തുടരുന്ന സംഘർഷം ഇന്ത്യ ബംഗ്ലാദേശ് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് നീങ്ങുന്നത് ഈ അടുത്ത കാലത്ത് വളരെ കൂടി വരികയാണ്. പ്രത്യേകിച്ച് അവിടെ ഒരു ഹിന്ദു സന്യാസിയുടെ അറസ്റ്റ്, ഇസ്കോൺ പ്രസ്ഥാനത്തിന്റെ മേധാവിയായിട്ടുള്ള ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യുകയും അതിനെ തുടർന്ന് അവിടെ പ്രക്ഷോഭം ഉണ്ടാവുകയും അദ്ദേഹത്തിനെ അനുകൂലിച്ചുകൊണ്ട് നടത്തിയ പ്രക്ഷോഭകാരികൾ ഒരാൾ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തത് വാർത്തയായി വന്നിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യയിലെ സംഘവിഭാഗങ്ങളും അതുപോലെ തന്നെ RSSും ഒക്കെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയോട് ബംഗ്ലാദേശിനെതിരെ ശക്തമായ നടപടിയെടുക്കണം, അതിനുവേണ്ടുന്നുള്ള അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇന്ത്യ മുൻകൈ എടുക്കണം എന്നുള്ള ആവശ്യവും ഉന്നയിച്ചു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അവിടെയുള്ള ഹിന്ദു വിഭാഗങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ധാക്ക സർവകലാശാലയിലൊക്കെ പഠിച്ചിരുന്ന ധാരാളം ഹിന്ദു വിദ്യാർത്ഥികൾ മാരകമായി ഉപദ്രവിക്കുകയും അവരെ മുറിവേൽക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ചിത്രം ഇതിനോടകം തന്നെ അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ തുടർച്ചയായി അവാമി ലീഗിന്റെ നേതൃത്വം മാറി നിൽക്കുകയും പ്രത്യേകിച്ച് ഷെയ്ഖ് ഹസീന അധികാരത്തിൽ പുറത്താക്കപ്പെടുകയും ഒക്കെ ചെയ്തതോടുകൂടി ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്ന അതിർത്തിയിൽ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം അവിടെ നുഴഞ്ഞുകയറ്റത്തിനുള്ള സാധ്യതയും അതുപോലെ തന്നെ ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കുള്ള സാധ്യതയും കൂടി വരുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് എതിരായി പ്രവർത്തിച്ചിട്ടുള്ള, ഇന്ത്യയിൽ നേരത്തെ പല ഭീകരവാദ ആക്രമണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ള ചിലരെ ഇപ്പോൾ ബംഗ്ലാദേശ് മോചിപ്പിച്ചതായിട്ടുള്ള വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് അവിടുത്തെ ജയിലിലായിരുന്ന ജയ്ഷുമുദ്ദീൻ റഹ്മാൻ എന്ന് പറയുന്ന കൊടും കുറ്റവാളിയെ ബംഗ്ലാദേശ് ഈ അടുത്ത സമയത്ത് അവിടെ നിന്ന് മോചിപ്പിക്കുകയുണ്ടായി. അത് സൂചിപ്പിക്കുന്നത് ഇന്ത്യയോടുള്ള ബംഗ്ലാദേശിന്റെ നിലപാട് തന്നെയാണ്. നമ്മൾ ആലോചിക്കണം, ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിന് പിന്നിൽ പോലും ഇന്ത്യയുടെ മുക്തിവാഹിനി ഓപ്പറേഷൻ ഇന്ത്യൻ സൈന്യം നടത്തി വിജയക്കൊടി നാട്ടിയാണ് ബംഗ്ലാദേശിനെ നമ്മൾ ഒരു സ്വതന്ത്ര രാജ്യമായി കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം മറന്നുപോകരുത്. അങ്ങനെയുള്ള ബംഗ്ലാദേശ് പിന്നീട് അതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ സാവധാനം ഇന്ത്യയിൽ നിന്നകന്ന് ചൈനയുമായി കൂടുതൽ കൂട്ടുകെട്ടുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്കും ഭീഷണി ഉയർത്തുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആഭ്യന്തരവും ബാഹ്യവുമായ സുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന തരത്തിലേക്ക് ബംഗ്ലാദേശിനുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ പരിണമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഭീകരവാദ ആക്രമണ സാധ്യതകളും അതുപോലെ തന്നെ ഭീകര പ്രവർത്തനങ്ങളും കൂടി വരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ അവാമി ലീഗ് നേരത്തെ അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ്, ഷെയ്ഖ് ഹസീനയൊക്കെ അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് പലപ്പോഴും ബംഗ്ലാദേശിൽ നിന്നുള്ള ഭീകരവാദികൾ ഈ പശ്ചിമ ബംഗാളും അതിന്റെ പല ഭാഗങ്ങളിലും ഒക്കെ വന്ന് ആക്രമണം നടത്തിയിട്ട് തിരിച്ചു പോകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു തടയിട്ട ഒരു നേതാവ് കൂടിയാണ് ഷെയ്ഖ് ഹസീന. അതുകൊണ്ടാണ് ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ വളരെ അനുഭാവപൂർവ്വം പരിഗണിച്ചത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. മാത്രമല്ല, അവരുടെ പിതാവും ഇന്ത്യയോടൊപ്പം വളരെ അടുപ്പം പുലർത്തിയിരുന്ന രാഷ്ട്രീയ നേതാവായിരുന്നു. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖ് ഹസീനയുടെ പതനം എന്ന് പറയുന്നത് അത്ര ശുഭകരമായ ഒരു വാർത്തയായിരുന്നില്ല എന്നുള്ളതാണ്. തുടർന്ന് ഇങ്ങോട്ട് നടത്തിയ നീക്കങ്ങൾ പലപ്പോഴും റാഡിക്കലൈസേഷൻ, അല്ല ബംഗ്ലാദേശിനെ കൂടുതൽ റാഡിക്കലായി മാറ്റുന്ന ഒരു ചിത്രമാണ്. ഒരു ഇസ്ലാമിക വൽക്കരണത്തിലേക്ക് ശക്തമായി പോകുന്ന ഒരു ബംഗ്ലാദേശിനെയാണ് നമ്മൾ കണ്ടത്.
മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന നോബൽ സമ്മാനമൊക്കെ കിട്ടിയ ഒരു വ്യക്തിയുടെ അവതരിപ്പിക്കുകയും അദ്ദേഹമാണ് ഭരണം നടത്തുന്ന അവതരിപ്പിക്കുകയും, എന്നാൽ അതിൻ്റെ പിന്നിൽ റാഡിക്കലായിട്ടുള്ള തീവ്രവാദികൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്തായി നടത്തിയ നീക്കങ്ങളെല്ലാം തന്നെ ഇന്ത്യക്കെതിരെ, പരോക്ഷമായി ഇന്ത്യക്കെതിരെയാണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിന്മയ് കൃഷ്ണദാസ് എന്ന് പറയുന്ന ഇസ്കോൺ സന്യാസി, അദ്ദേഹം അവിടെ ആത്മീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയായിരുന്നു. അദ്ദേഹം അവരുടെ ദേശീയ പതാകയെ, ബംഗ്ലാദേശിന്റെ ദേശീയ പതാകയെ ബഹുമാനിച്ചില്ല, അതിനോട് അപമര്യാദയായി പെരുമാറി എന്നുള്ള തരത്തിലാണ്, അപകീർത്തിപ്പെടുന്ന തരത്തിൽ പെരുമാറി എന്ന് ആരോപിച്ചാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കുറ്റം ചാർത്തിയിരിക്കുന്നത്. ഏറ്റവും രസകരമായ കാര്യം, അദ്ദേഹത്തിനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുവാൻ വേണ്ടി അഭിഭാഷകർ പോലും എത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം അവിടെ അഭിഭാഷകർ എത്തിയാൽ അവരെ കൂടി ഭീഷണിപ്പെടുത്തി അതിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി അഭിഭാഷകർ പോലും ഹാജരാകാൻ വൈമുഖ്യം കാണിക്കുന്നു എന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും പേടിയാണ്. അവിടുത്തെ സർക്കാർ അത്രത്തോളം ശക്തമായ നടപടികൾ എടുക്കുന്നു. അവിടുത്തെ ഹിന്ദു കുട്ടികളെ കൊന്നൊടുക്കുന്നു, ശക്തമായിട്ടുള്ള അടിച്ചോടിക്കുകയാണ്. അവിടെയുള്ള ഹിന്ദു വിഭാഗങ്ങളിൽപ്പെട്ട ധാരാളം ആളുകളെ ഉപദ്രവിക്കുന്നു. ഈ വാർത്തകളൊക്കെ തുടർച്ചയായി വരുന്നു. മാത്രമല്ല, ഇസ്കോൺ ടെമ്പിളിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തി ഏതാണ്ട് 17ഓളം ഓഫീസുകളുടെ അക്കൗണ്ടുകൾ ഇപ്പോൾ അവിടെ മരവിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ സമാധാനപരമായി പ്രവർത്തിക്കുന്നവരെ പോലും, സഹിഷ്ണുതയോടുകൂടി പ്രവർത്തിക്കുന്നവരെ പോലും പ്രവർത്തിക്കുവാൻ അനുവദിക്കാത്തക്ക തരത്തിൽ അവിടെ വർഗീയമായി ചെറുതിരിവുണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക റാഡിക്കലൈസേഷൻ ബംഗ്ലാദേശിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടകരമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ അതിർത്തിയിൽ ഇപ്പോൾ പുതിയ ചില നീക്കങ്ങൾ ബംഗ്ലാദേശ് നടത്തിയിരിക്കുന്നത്. ബംഗ്ലാദേശ് തുർക്കിയിൽ നിന്ന് വാങ്ങിയ ബൈറക്തോൺ TB2 എന്ന് പറയുന്ന ഡ്രോണാണ് ഈ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്നത്. അത് പ്രധാനമായും ആളില്ലാതെ ഉപയോഗിക്കുന്ന ഒരു വിമാനമാണ്, ആളില്ല വിമാനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡ്രോൺ എന്ന് വിളിക്കുന്നത്. അത് പ്രധാനമായും ഈ സൈനിക രഹസ്യങ്ങളും അതുപോലെ തന്നെ നീക്കങ്ങളും ഈ അതിർത്തിയിലെ നീക്കുപോക്കുകളും ഒക്കെ മനസ്സിലാക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ്. ചാരപ്രവർത്തനം നടത്താനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വിമാനമാണ്. ആ വിമാനം ഇപ്പോൾ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്നതോടുകൂടി ഇന്ത്യ ആശങ്കയോടെ അതിൻ്റെ സൈനിക സന്നാഹം വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ ഇന്ത്യ അതിർത്തിയിലെ നീക്കങ്ങൾ വളരെ കാര്യത്തോടുകൂടി വീക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഹൈറോൺ എന്ന് പറയുന്ന ആളില്ലാ വിമാനം ഇന്ത്യ ഇതിന് ബദലായി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതിർത്തിയിൽ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും ഉണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ദിനം പ്രതി ഇന്ത്യ വഷളായി വരുന്ന ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം തന്നെയാണ്. ഇന്ത്യൻ അതിർത്തിയിൽ ഇത്തരം ഒരു നീക്കം നടത്തുന്നു ബംഗ്ലാദേശ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ചില ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യൻ അതിർത്തിയിൽ ധാരാളം, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ, ഭീകരപ്രവർത്തനങ്ങൾ വന്ന് നടത്തി പിന്നോട്ട് ഓടിപ്പോകുന്ന ഭീകരവാദികളെയാണ് പലപ്പോഴും നമ്മൾ ബംഗ്ലാദേശിൽ ഈ അവാമയിലേക്ക് വരുന്നതിന് മുമ്പൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഭീകരവാദികളുടെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തി ജയിലിലായിരുന്നവരെ അവിടെ മോചിപ്പിക്കുക, അതുപോലെ തന്നെ അതിർത്തിയിൽ കൂടുതൽ നുഴഞ്ഞുകയറ്റ സാധ്യതകൾ വർദ്ധിച്ചു വരിക, ഇന്ത്യക്കെതിരെയുള്ള പല പ്രക്ഷോഭങ്ങളും ബംഗ്ലാദേശിൽ ശക്തമാക്കുക, ഇന്ത്യക്കെതിരെ പോരാടാൻ വേണ്ടി ഇന്ത്യയുടെ കടന്നുകയറ്റത്തിനെതിരെ ചെറുക്കൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ധാരാളം പ്രക്ഷോഭകാരികൾ ഉണ്ടാകുന്നു. അവരൊക്കെ പലപ്പോഴും സംഘർഷം നയിക്കുന്നവരാണ്. ഇങ്ങനെ ഇന്ത്യക്കെതിരെ നീക്കങ്ങൾ ശക്തമാക്കാൻ ബംഗ്ലാദേശിൽ ആഭ്യന്തരപരമായി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ ആഭ്യന്തരപരമായിട്ടുള്ള, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ആഭ്യന്തരമായി ഉണ്ടായിട്ടുള്ള ഈ സംഘർഷവും അതിനെ തുടർന്ന് ഇന്ത്യക്കെതിരെ രൂപപ്പെട്ടിട്ടുള്ള ഈ വൈകാരികതയും, ആ ഇന്ത്യക്കെതിരെ രൂപപ്പെടുന്ന വൈകാരികതയിൽ വിദേശ ശക്തികളായ ചൈനയെ പോലുള്ള രാജ്യങ്ങൾക്ക് പങ്കുണ്ടോ എന്നുള്ള സംശയവും ചില വിദേശകാര്യ വിദഗ്ധർ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം പഴയതുപോലെയല്ല. അതിർത്തിയിൽ ചടുലമായിട്ടുള്ള നീക്കങ്ങളാണ് ബംഗ്ലാദേശ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നീക്കങ്ങൾ എന്ന് പറയുന്നത് അവർ അവരുടെ പ്രതിരോധത്തിനും അവരുടെ സുരക്ഷയ്ക്കും വേണ്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും നമ്മൾ കരുതിയിരുന്നത് പോലെ അവാമി ലീഗിന്റെയും ഷെയ്ഖ് ഹസീനയുടെയും പതനത്തിന് ശേഷം അതിർത്തിയിൽ നടത്തുന്ന ഈ നീക്കങ്ങൾ ഇന്ത്യയെ കൂടുതൽ അസ്ഥിരമാക്കാനാണോ എന്നുള്ള സംശയവുമുണ്ട്. പ്രത്യേകിച്ച് അന്തർദേശീയ രംഗത്ത് വളരെ വലിയ ശക്തിയായി കൊണ്ടിരിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ ഇന്ത്യയുടെ ശക്തിയെ കുറച്ചുകൊണ്ടുവരിക, അല്ലെങ്കിൽ ഇന്ത്യയോടൊപ്പം പല അവസരത്തിലും ഇന്ത്യക്കെതിരെ ബാർഗെയിൻ ചെയ്ത് ഇന്ത്യയുടെ ശക്തിയെ നിലയ്ക്കു നിർത്തുവാനുള്ള ഒരു തന്ത്രമായി വൻ ശക്തികൾ ഇത് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ചൈനയെ പോലുള്ള രാജ്യങ്ങൾ ഇത് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള ശ്രമങ്ങളാണോ നടക്കുന്നത് എന്നുവരെ സംശയങ്ങളുണ്ട്. എന്തായാലും ബൈറക്തോൺ TB2 എന്ന് പറയുന്ന ഈ ഡ്രോൺ
ഇന്ത്യയും അതുപോലെ തന്നെ ബംഗ്ലാദേശും അതിർത്തി പങ്കിടുന്ന പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിന്റെ അതിർത്തിയിൽ വിന്യസിക്കപ്പെട്ടിരിക്കുകയാണെന്നുള്ള വാർത്ത വളരെ വ്യക്തമാണ്. അതിനെ തുടർന്ന് സൈന്യം ഇന്ത്യ ഹെറോൺ 2 എന്ന് പറയുന്ന ഡ്രോൺ വിന്യസിച്ചു കഴിഞ്ഞു. ഇന്ത്യയും ഈ നീക്കങ്ങളെ വളരെ കരുതലോടുകൂടി തന്നെയാണ് കാണുന്നത്. മാത്രമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി മുഹമ്മദ് യൂനുസിനെ ഇന്ത്യയുടെ ശക്തമായ പ്രതിഷേധം ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞു. ഇസ്കോൺ സംഘത്തിന്റെ മേധാവിയായിട്ടുള്ള ഹിന്ദു സന്യാസിയായിട്ടുള്ള ചിന്മയ് കൃഷ്ണദാസിനെ അവിടെ അറസ്റ്റ് ചെയ്തതിലും ജയിലിലടച്ചതിലും പ്രതിഷേധിച്ച് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇന്ത്യ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അത് അവിടുത്തെ ദേശീയ പതാകയെ അപമാനിച്ചതുകൊണ്ടാണ് തങ്ങൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനെ തുടർന്നുള്ള പ്രക്ഷോഭം അപകടത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. മാത്രമല്ല, ഇദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടുകൊടുത്തു എന്നതിന്റെ പേരിൽ വീണ്ടും അവിടെ 2 ഹിന്ദു സന്യാസികളെ കൂടി അറസ്റ്റ് ചെയ്തൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനല്ല, മറിച്ച് സംഘർഷങ്ങൾ കൂടി വരികയാണ് എന്നുള്ളതാണ് വസ്തുത. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഈ പൊടുന്നനെയുള്ള മാറ്റവും അവാമി ലീഗിൽ നിന്ന് ഷേഖ് ഹസീനയുടെ പതനവും അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടതും മുഹമ്മദ് യൂനുസ് ഒരു മുഖമായി, വർഗീയവാദികളുടെ മുഖമായി ബംഗ്ലാദേശിൽ അവരോധിക്കപ്പെട്ടതും, അതുപോലെ തന്നെ ഇസ്ലാമിക റാഡിക്കലൈസേഷൻ എന്ന് പറയുന്ന ഇസ്ലാമിക തീവ്രവൽക്കരണം അത് കൂടുതൽ ശക്തമായി ബംഗ്ലാദേശിൽ നടക്കുന്നതുമൊക്കെ ഇന്ത്യക്ക് എതിരെ നടക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യക്ക് അനുകൂലമായ സാഹചര്യങ്ങളല്ല ഉണ്ടാക്കുന്നത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. എന്തായാലും വരും ദിനങ്ങളിൽ ഇന്ത്യയും ബംഗ്ലാദേശും അതിർത്തികളിൽ കൂടുതൽ അസ്ഥിരത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ ഇന്റലിജൻസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു, പതിവുള്ളതിനേക്കാൾ മുൻപുണ്ടായിരുന്നതിനേക്കാൾ തീവ്രവാദ നീക്കങ്ങളും നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളും ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ വർദ്ധിച്ചു വരികയാണെന്നുള്ള റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ ഇന്റലിജൻസ് വിഭാഗം പങ്കുവച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വരാൻ പോകുന്ന ഏതാനും മാസങ്ങളിലേക്ക് ഇന്ത്യ ബംഗ്ലാദേശ് ഈ പ്രശ്നം അല്ലെങ്കിൽ അനിശ്ചിതാവസ്ഥ തുടരുകയും അവിടെയുള്ള ഹിന്ദുക്കൾ കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നതിനും ഒപ്പം ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാടുകൾ ബംഗ്ലാദേശ് കർശനമാക്കുന്നതിനും ബംഗ്ലാദേശിനെതിരെ ശക്തമായ നിലപാടുകൾ ഇന്ത്യ എടുക്കുന്നതിനും ആ വിഷയത്തിൽ ചൈന പരോക്ഷമായി ബംഗ്ലാദേശിനെ പിന്തുണയ്ക്കുന്നതിനും ഒക്കെയുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉടലെടുത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഈ പോകുന്ന ഈ മാറ്റങ്ങൾ ഒരുപക്ഷെ ഇന്ത്യ കരുതലോടെയാണ് കാണുന്നത് എന്നുള്ളതാണ്. സാമ്പത്തികപരമായി പല രാജ്യങ്ങളും വലിയ വെല്ലുവിളികൾ, യൂറോപ്പും ഒക്കെ വലിയ ക്രൈസിസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികപരമായ പല വെല്ലുവിളികളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പരസ്പര സഹകരണത്തോടെ നീങ്ങുന്നതിന് പകരം വർഗീയതയും സംഘർഷങ്ങളും ഇസ്ലാമിക റാഡിക്കലൈസേഷനും ഒക്കെ എന്ന പേരിൽ നടത്തപ്പെടുന്ന ഇത്തരത്തിലുള്ള വർഗീയപരമായിട്ടുള്ള അതുപോലെ തീവ്രവാദപരമായിട്ടുള്ള നിലപാടുകൾ അത് ഒരു രാജ്യത്തിലെയും പുരോഗതിയിലേക്ക് നയിക്കുകയില്ല എന്ന ഓർമ്മപ്പെടുത്തലോടെ നമ്മൾ ഉറച്ച് കരുതുകയാണ് ഈ സംഘർഷം അധികനാൾ നീണ്ടു നിൽക്കാതെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുവാൻ ഇരു രാജ്യങ്ങൾക്കും കഴിയട്ടെ എന്ന്.